കോട്ടയുടെ വെളിയിലിറങ്ങി. കോട്ടയുടെ വെളിയിറങ്ങിയിട്ട് ഇനി കടപ്പുറത്തോട്ട് വന്നു. എൻ്റെ കുഞ്ഞുനാളിൽ ഈ കടപ്പുറത്ത് ഞാൻ വന്നിട്ടുണ്ടോ? വന്നപ്പോഴാണ് ആ അത്ഭുതം. ദാ ഇനി കയറി കിടക്കല്ലേ ഇത് നോക്കിയാണ്. അയ്യോ, പണ്ട് ഞാൻ വരുമ്പോൾ അവിടം വരെ ഉണ്ട് അല്ലേ തിട്ട? അങ്ങ് വരെ തിട്ടയില്ലേ അല്ലേ? ഇപ്പം തിട്ട പോയി. ദാ ഈ വീടിൻ്റെ അവസ്ഥ നോക്കിയാണ്. ദാ ഈ വീട് നോക്കിയാണ്. ദാ അയ്യോ അപാരം. എന്താ ഇതിൻ്റെ അടിസ്ഥാനം ഇരിക്കുന്ന നോക്കിയാണ്. ഇവിടെയുള്ള എന്താ പറയുക നിയമപാലകർ ഇതൊക്കെ ഒന്ന് കണ്ട് ഇതിനുള്ള മറ്റുള്ള ഉപകാരങ്ങൾ ചെയ്യണ്ടേ ഇവർക്ക് അല്ലേ? അയ്യോ, ഇതാ വീഴാറായിരിക്കുക അടിസ്ഥാനം. ഇതാ തൊട്ട് കടൽ. വൻ കഷ്ടം തന്നെയാണ് കേട്ടാ, പറയാതിരിക്കാൻ വയ്യ. അവിടെയൊക്കെ നിരവധി വീടുകളുണ്ട്, നിരവധി വീട്. എല്ലാ വീടുകളും ഇതേപോലെ കടൽ കയറി വിടിഞ്ഞ് വീടെന്നാണ് പറയുന്നത്. അവിടെയൊക്കെ ഉണ്ട്. ഇവിടെ വീടിൻ്റെ ഇത് കാണാൻ, അവശിഷ്ടം കാണാം. എന്തായാലും നമുക്ക് അവിടെ കൂടെ ഒന്ന് പോയി നോക്കാം. ഇതാ അയ്യോ നോക്കിയാണ് ആ വീടൊക്കെ ഇടിഞ്ഞ് തരിപ്പണമായി കിടക്കും. കടൽ കയറിക്കൊണ്ടേ ഇരിക്കുന്നത് കണ്ടാ. എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ വരുമ്പോൾ അത്രയും ദൂരം നമ്മൾ പോയി നിൽക്കുമായിരുന്നു. അത്രയും ദൂരം കഴിഞ്ഞിട്ടാണ് കടലുണ്ടായിരുന്നത്. ഇപ്പോൾ കടലിൽ കയറി ഇതാ ഈ ഒരു അവസ്ഥയെത്തി. ഈ ചേട്ടൻ്റെ വീടായത്. ചേട്ടൻ്റെ പേരെന്തിനാണ്? ബിനു. ചേട്ടത്തിൻ്റെ വീട്. ഓക്കെ. ഇപ്പോഴും ആള് താമസം ഉണ്ടോ? ആള് അടച്ചിട്ടൊക്കെയാണ്. വലിയ ഡേഞ്ചറായിട്ടിരിക്കുകയല്ലേ. എന്തായാലും കൊള്ളാം. അകത്തോട്ടുള്ള വീടുകളാണ്. അകത്ത് നമ്മൾ കയറുന്ന എൻട്രൻസിൽ വരുന്ന വീടുകളാണ്. എല്ലാം ഇതേപോലെ ഇടനാഴികളാണ്. ഈ ഇടനാഴികൾ മാത്രമേ ഉള്ളൂ. ഇടനാഴി. അപ്പോൾ അവിടെ തന്നെ 3-4 വീട് ആൾറെഡി പോയി കഴിഞ്ഞു കടലെടുത്ത്. ഒരു വീട് വീഴാറായിരിക്കുന്നു. കഷ്ടകാലം. ഇതൊരു വാട്ടർ ടാങ്കാണ് കേട്ടോ. അതൊരു പുരാവസ്തു പോലെ നിൽക്കുകയാണ് കണ്ട. മോളൊന്നുമില്ല. ഇതും കൂടെ കഴിഞ്ഞ് ഇടിഞ്ഞ് കുഞ്ഞുങ്ങളെ പുറത്തൂടെ തന്നെ വീഴുന്നതുണ്ട്. നോക്കിയാണ് എല്ലാം ദ്രവിച്ച് ഇത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ മുകളിലെ ടാങ്കെല്ലാം ഇടിഞ്ഞ് വീഴും. കഷ്ടം. ഞാനങ്ങനെ കറങ്ങി വേറൊരു വഴി ബീച്ചിൻ്റെ വേറെ സൈഡിൽ കേട്ടാ. അവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ് കാഴ്ച. നോക്കിയാണ് വീടൊക്കെ ഇതിൻ്റെ പിന്നെ ഇതെന്തരുത് വീടിഞ്ഞ് തരിപ്പണയതോ. അവിടെ നോക്കിയാണ് അയ്യോ ആ വീടിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രം കണ്ട. മാത്രം വീടാണ് ഇവിടെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയത്. കടലിഞ്ഞ് ഓരോ ദിവസവും ഇനി കയറിക്കൊണ്ടേയിരിക്കും. അവിടെ നോക്കിയാണ്. എന്നെ മുകളിൽ കയറ്റുള്ള പരിപാടിയാണ്. ആ വീടൊക്കെ ഏത് നിമിഷവും പൊളിഞ്ഞ് വീഴാം. വല്ലാത്തൊരു കാഴ്ച തന്നെ, പറയാതിരിക്കാൻ. ഇവിടെ കണ്ടില്ലേ അവിടെ വീടിൻ്റെ അവശിഷ്ടം പൊളിഞ്ഞ് കടലിൽ കയറി കടലാക്രമണത്തിൽ നഷ്ടപ്പെട്ട വീടിൻ്റെ അവശിഷ്ടങ്ങൾ തന്നെയാണ് തട്ടി വരുന്നത്. അവിടെ നിന്ന് മാറി കുറച്ച് ഇവിടെ ദൂരം ഓടി വന്നിട്ട് വേറെ തട്ടി ഇവിടെ വീണ്ടും ഞാൻ കടലിലിരുന്ന് കടപ്പുറത്തോട്ട് വന്നു. അപ്പോൾ ഇവിടെ ഞാൻ കണ്ട കാഴ്ച എന്നാൽ അവർ കടപ്പുറത്ത് പോയി ഉപയോഗിക്കുന്ന ബോട്ടും ഇതും അവിടെയൊക്കെ ഇഷ്ടം പോലെ നിരത്തി വെച്ചിട്ടുണ്ട്. എൻ്റെ യമഹ ഘടിപ്പിച്ച വലിയ ബോട്ടുകളാണ്. ഇതിലാ കടലിൽ പോകണം. അവിടെയുണ്ട് അങ്ങോരം നിരത്തിയിട്ടൊക്കെ. ഇവിടെയും വീടൊക്കെ ഒരുപാട് കേടുപാട് പറ്റുന്നുണ്ട്. ഈ വീടൊക്കെ കണ്ട ഇടിഞ്ഞ് അവിടെ എയ്ഡൻ മോൻ നമ്പർ കണ്ട. നമ്മളെ ബൈക്കിനും കാറിനും നമ്പറുള്ള പോലെ തന്നെ ബോട്ടിനൊക്കെ നമ്പറുണ്ട്. അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, പട്ടിയുടെ ശല്യം. എന്തായാലും കൊള്ളാം.
ഇപ്പോൾ അഞ്ചുതെങ്ങ് കോട്ടയും കടപ്പുറമൊക്കെ കണ്ട് വരുന്ന വഴിയിലാണ് ഞാൻ ഈ പള്ളി കാണുന്നത്. അപ്പോൾ അവിടെ നിർത്തി ഞാൻ ഈ പള്ളി ഒന്ന് ഷൂട്ട് ചെയ്യാൻ കഴിയും. മാമ്പള്ളി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ കാണുന്ന ക്രിസ്ത്യൻ പള്ളിയാണ്. മാമ്പള്ളി നിന്ന് കുറച്ചും കൂടെ ഞാൻ വണ്ടി ഓടി വന്നപ്പോണ്ട് അടുത്ത വലിയൊരു പള്ളി ഇവിടെ കണ്ടു. ഹോളി സ്പിരിറ്റ് ചർച്ച് മാമ്പള്ളി. അകത്തോട്ടൊന്നും കയറാൻ ഉദ്ദേശമില്ല, പുറത്തുനിന്നേ ഷൂട്ട് ചെയ്യുന്നത്. ഹോളി സ്പിരിറ്റ് ചർച്ച് മാമ്പള്ളി. മാമ്പള്ളിയും കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴാണ് കായ്ക്കര എത്തിയത്. കായ്ക്കര കുമാരനാശാൻ സ്മാരകം, ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ. അപ്പോൾ എന്തായാലും അകത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. കുമാരനാശാൻ്റെ ജന്മനാടാണ് കായ്ക്കര. അകത്തുള്ള എൻട്രൻസാണത്. അകത്ത് കുമാരനാശാൻ്റെ നല്ലൊരു സ്റ്റാച്യു നമുക്ക് കാണാം. മണ്ഡപങ്ങളൊക്കെ ഉണ്ട്, കൽമണ്ഡപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിദ്യാർത്ഥികളൊക്കെ വന്നിരിപ്പുണ്ട് ഇവിടെ. മഹാകവി കുമാരനാശാൻ. ജനനം 1048 മേടൻ 2, മരണം 1099 മകരം 3. മഹാകവി. പദവി 1922, മദ്രാസ് സർവകലാശാല. പാട്ടും പറയും വെയ്റ്റ്സ് രാജകുമാരൻ. ഇത് മണ്ഡപം കൊള്ളാം, നല്ല സ്റ്റൈലായിട്ട് കെട്ടിയിട്ടുണ്ട്. നല്ലങ്ങുറത്ത് നീതിയും ചിന്താവിഷ്ടയായ സീത. അപ്പോൾ ആശാൻ സ്മാരകത്തിൻ്റെ അകത്തൂടെ നമുക്ക് കടപ്പുറത്തോട്ട് പോകേണ്ട ഒരു നടപ്പാതയുണ്ട്. ഞാൻ പോയിട്ടില്ല. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നമുക്കൊന്ന് അകത്തോട്ട് പോയി നോക്കാം. ഇവിടം വരെ പോകുമെന്ന് അറിയത്തില്ല. പോണയിടം വരെ പോവാം. എന്തായാലും വഴി അങ്ങോട്ടുണ്ട്, കുഴപ്പമില്ല. തിരക്കില്ലാത്ത നടപ്പാത തന്നെയാണ്. ബീച്ചിൻ്റെ സൈഡ് വെച്ചില്ല. കൊള്ളാം, അടിപൊളിയായിട്ട് കെട്ടിയിട്ടൊക്കെ അല്ലേ. എന്തായാലും അവിടം വരെ നമുക്ക് പോവാം. അവിടം വരെ പോയി ആ ബീച്ചിൻ്റെോട്ട് ഇറങ്ങുന്നില്ല. ബീച്ചിൻ്റെ ഇവിടം പോലെയാണ് വഴി നിൽക്കുന്നത്. എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് ഷൂട്ട് ചെയ്യാം. മുട്ടാൻ വെയിലട്ടാ, തകർത്ത വെയിലാണ്. ഇവിടെയൊക്കെ അടിപൊളി കേട്ടോ. ഇവിടെ ഇത്രയും സ്പേസ് കിടക്കണ്ടേ, കടലിഞ്ഞ് കയറിയിട്ടില്ല. അടിപൊളിയല്ലേ ഇവിടെ കാണാനല്ലേ, സ്റ്റൈലായിട്ടുണ്ടോ? നോക്കിയാണ് നല്ല കാറ്റാടി മരങ്ങളും അല്ലേ. അടിപൊളി. അപ്പോൾ ഇവിടം വരെ നടപ്പാതെയുണ്ട്. പിന്നെ നമ്മൾ ഇറങ്ങുന്നത് കടലിൻ്റെ തീരത്താണ്. ഓക്കെ, അടിപൊളി സൈറ്റ്.